ഈ കൊരട്ടിമുത്തി എന്താണെന്ന് അറിയാം, ഒരു 7 പേര് ചേട്ടത്തിയനിയത്തിമാര് ഒന്നിച്ചു വരികയാണ്, അമ്മയും എല്ലാവരും വരികയാണ്. വരുന്ന സമയത്ത് മുത്തി ഒരു താത്തിലേന്ന് അപ്പം മേടിച്ചു തിന്നു. അപ്പം അന്നാ നീ ഒരാളായിട്ട് അവിടെ ഇരുന്നോളാൻ പറഞ്ഞു. സാക്ഷാൽ കൊടുങ്ങല്ല അനിയത്തിനാണ് കൊരട്ടിമുത്തി. അവിടുത്തെ പ്രധാന വഴിപാട് പൂവൻ വാഴക്കൊലയും നമ്മുടെ ആളുകളിലെ കൊട്ടുംകളിയാണ്. കൊട്ടുംകളി എന്ന് പറയും, മുടി പോന്തിക്കളി, മുടിയേറ്റ് കാളകളി. അത് ഒന്നാമത്തെ ദിവസം അവിടെ വേണമെന്ന് അവിടെ ദേവപ്രശന്തി പറഞ്ഞു. എന്റെ അടികളുടെ കളി ഇവിടെ വേണം, എന്റെ മക്കളുടെ കളി ഇവിടെ വേണം എന്ന് കൊരട്ടിമുത്തി പറഞ്ഞു. എല്ലാ കൊല്ലൂല്ലേ ഇപ്പൊ പള്ളിപ്പുറത്തന്മാരാണ്, കുടുംബ പള്ളിപ്പുറത്തമ്മ, കുടുംബരമ്മയല്ലേ, കുടുംബ നമ്മുടെ ഒരു നീതിയല്ലേ. അങ്ങനെ ഇതെല്ലാം നമ്മുടേതാണ്. ഇവർക്ക് ഇവിടെ വന്ന് ക്രിസ്ത്യൻസിന് എവിടെ മുത്തി, അവർക്ക് ഏതാണ് മുത്തൻമുത്തി? ഈ മുത്തൻമുത്തി സങ്കല്പം ആരുടേതാണ്? പുലയരുടേതാണ് അല്ലേ? എന്റെ മുത്തി ഞങ്ങളെ കാത്തുകൊള്ളണേന്ന് അത് പറഞ്ഞിരുന്ന ആരാ? പുലയരാണ്. ഈ ക്രിസ്ത്യാനിക്ക് ആയിരിക്കും നമ്പരിക്ക് അവിടെ മുത്തൻമുത്തി ഉണ്ടാവേണ്ടതും ഒരു കോപ്പില്ലവർക്ക്. ഇതെല്ലാം നമ്മുടെ കൈയിട്ട് വാരി അത് കെട്ടിപ്പിടിച്ചിരുന്ന് ഇത് മുഴുവൻ ഞങ്ങളുടെതാണെന്ന് പറഞ്ഞ ആൾക്കാരാ. മലയാറ്റൂര് പെണ്ണിൻകുരിശ് മുത്തപ്പനെവിടെ? ആരാ മുത്തപ്പൻ? ശിവനാണ്. ശിവന്റെ കാൽപാദമാണ് അവിടെ മോഡില്. എന്നിട്ട് പറഞ്ഞെന്താണ്? പെണ്ണിൻകുരിശ് മുത്തപ്പോ പൊന്മുര കയറ്റം. തോമാശ്ശേരിയുടെ കാൽപാദമാണ്, സാക്ഷാൽ പരമശിവന്റെ കാൽപാദമാണ്. നെല്ലും കുരുമുളകും മഞ്ഞളുമാണ് വഴിപാട്. അപ്പൊ ഇതൊക്കെ എങ്ങനെ വന്നു? ഒരു കാലഘട്ടത്തിന്റെ ചൂഷണം. ഇവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലാ മതസ്ഥരും നമ്മളെ ചൂഷണം ചെയ്തിട്ടുണ്ട്. ചൂഷണം ചെയ്യാത്തവരാരുമില്ല. അതുകൊണ്ട്